സർക്കാരിനോട് ജനം കണക്ക് ചോദിക്കുന്നതിന്റെ കാഴ്ചയോ ഇത്? സർക്കാർ വിരുദ്ധ വികാരത്തിന്റെ വളരെ കൃത്യമായ പ്രകടനം. ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളെല്ലാം നാം അത് കണ്ടു. ചേലക്കരയിൽ പോലും സർക്കാർ വിരുദ്ധ വികാരം പ്രതിഫലിച്ചു എന്ന് കണക്ക് കൂട്ടുന്നവരുണ്ട്. ആലത്തൂരിലെ ദുർബലമായ വിജയം കണ്ടു. അതിനുശേഷം ഇതാ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഏറ്റവും അവസാനം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുൻപ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, രണ്ടാം പിണറായി വിജയൻ സർക്കാർ ജനങ്ങളിൽ നിന്ന് വലിയ പ്രഹരമേൽക്കുന്നതിന്റെ കാഴ്ചയാണ് ഈ കാഴ്ച. മലപ്പുറം വിവാദത്തിലെ വിശദീകരണം തൃപ്തികരമല്ല എന്ന് ജനം പറയുന്നു. പൂരം കലക്കിയവനെ ചേർത്ത് പിടിക്കുന്ന നിങ്ങളോട് യോജിപ്പില്ല എന്ന് ജനമിതാ പറയുകയാണ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ പറയുന്ന നെറേറ്റീവുകളോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല എന്ന് ജനം പറയുന്നതിന്റെ കാഴ്ച. ഭരണവിരുദ്ധ വികാരത്തിന്റെ ബാലിസ്റ്റിക് മിസൈൽ അയൺ ഡോമുകളെ തകർത്ത് ഇടതുപക്ഷ സർക്കാരിന്റെ നെഞ്ചിൽ വീഴുന്നതിന്റെ കാഴ്ചയാണ് ഈ കാഴ്ച. സാജിദ് അജ്മൽ, ഈ നിലമ്പൂരിൽ ഈ 800 വോട്ടിലധികം, നിലമ്പൂരിലെ ഈ റൗണ്ട് എണ്ണപ്പോൾ 800 വോട്ടിലധികം ഉണ്ടെങ്കിൽ നിലമ്പൂരും കരുളായും അമരമ്പലവും ഷൗക്കത്ത് പിടിക്കുമെന്ന സൂചനയാണോ? തീർച്ചയായും നിലമ്പൂരിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തുക ആര്യാടൻ ഷൗക്കത്താണെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. കാരണം